ഹലോ എവരി വൺ വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ നാഫി. പല കുട്ടികളുടെയും ഡൗട്ടാണ് +1 ട്രാൻസ്ഫർ എന്നാണ്, ആർക്കൊക്കെ +1 ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റും. ഇത് പലർക്കും ഡൗട്ടുണ്ട്. ആ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും തന്നെയാണോ +1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ +1 ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം +1 ട്രാൻസ്ഫർ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ എന്താണ് ഈ +1 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഇപ്പോൾ കൊമേഴ്സ് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹം ആ സ്കൂളിൽ സയൻസ് കിട്ടാനായിരുന്നു. അപ്പോൾ സെയിം സ്കൂളിലെ മറ്റൊരു സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ സ്ട്രീമിലേക്കോ നിങ്ങൾക്ക് മാറാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത് +1 ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ഈ സ്കൂളിലെ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സയൻസിലേക്ക് മാറണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്കൂളിലെ കൊമേഴ്സിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ സയൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാറണം. അതിന് എന്ത് യൂസ് ചെയ്യാം, ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. അപ്പോൾ സെയിം സ്കൂളിലെ മറ്റൊരു സ്ട്രീമിലേക്കോ വേറൊരു സ്കൂളിലെ വേറൊരു സ്ട്രീമിലേക്കോ സെയിം സ്ട്രീമിലേക്കോ നിങ്ങൾക്ക് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫർ എല്ലാവർക്കും കിട്ടും, ഒരിക്കലും കിട്ടില്ല കേട്ടോ. ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ കൊമേഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ കൊമേഴ്സിൽ എന്താണ്, സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫർ അവിടെ സ്വീകരിക്കുള്ളൂ. നിങ്ങൾ എന്താണ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തെങ്കിലും ആ കൊമേഴ്സിൽ നിങ്ങൾക്ക് വേണ്ട സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പരിഗണിക്കുള്ളൂ. നിങ്ങൾ വേറൊരു സ്കൂളിലേക്ക് സയൻസിന് ട്രാൻസ്ഫറിന് കൊടുത്തു, ആ സ്കൂളിൽ സയൻസിന് വേണ്ട സീറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സയൻസ് കിട്ടാൻ വേണ്ട സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ഫർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്കൊന്നും മാറാൻ സാധിക്കില്ല. നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്ത സ്ട്രീമോ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്ത സ്കൂളിലോ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം സാധിക്കൂ എന്നൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറണമെങ്കിൽ, നിങ്ങൾക്ക് ഈ മാറ്റം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ ആ സ്കൂളിൽ എന്ത് വേണം, സീറ്റ് വേണം. ആ സ്കൂളിൽ സീറ്റോ അല്ലെങ്കിൽ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന സ്ട്രീമിൽ സീറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ പോസിബിൾ ആകൂ. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ട്രാൻസ്ഫർ വരിക, നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 18 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എന്തുണ്ടാവുക, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എന്താണ്, ജൂൺ 18 എന്ത് ചെയ്യും, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷമായിരിക്കും ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഒരു ജൂൺ ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും പൊതുവെ ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.